നമസ്കാരം. ഒരുപാട് ആളുകൾ തിരുവനന്തപുരത്ത് നമ്മൾ വട്ടിയൂർക്കാവിൽ പുതിയ നമ്മൾ ലക്ഷറി വീടുകൾ ഇട്ടപ്പോൾ ഒത്തിരി പേര് നമ്മുടെ അടുത്തേക്ക് വന്നെങ്കിൽ പറയുന്നത് പറഞ്ഞാൽ ബഡ്ജറ്റ് കുറഞ്ഞ ഒരു നല്ലൊരു വീട് വേണം, അല്ലെങ്കിൽ നല്ല കരഭൂമി ആയിരിക്കണം, അല്ലെങ്കിൽ ഹൈറ്റിലായിരിക്കണം, ദർശനം കിഴക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്തുണ്ട്. അത്തരക്കാർക്കുള്ള വീഡിയോ ആയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. വട്ടിയൂർക്കാവ് ജംഗ്ഷൻ നെട്ടയം ജംഗ്ഷനിൽ നിന്നും വെറും 850 മീറ്റർ മാറി 4.5 സെന്റിലായിട്ട് 1900 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമോട് കിട്ടുള്ള ഒരു അടിപൊളി ഒരു വീടാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. എൻ്റെ ഈ പിന്നിൽ കാണുന്ന അതിമനോഹരമായ വീടാണ് നമുക്കിന്ന് സെയിലിനുള്ളത്. നമുക്കിതാ ഈ സൈഡിൽ കണ്ടാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള മുറ്റം ഉണ്ട്. നമുക്ക് കാർ പാർക്കിംഗ് ആണെങ്കിൽ നമുക്ക് ഒരു കാർ ഇവിടെ ഇടാം, നമുക്കത് മുറ്റമായിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ കാർപോർട്ട് ചെയ്യാനാണെങ്കിൽ നമുക്ക് സ്ലൈഡ് ഗേറ്റ് ആയതുകൊണ്ട് നമുക്ക് അവിടെ തന്നെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മുടെ കാർ പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. നമുക്ക് വീടിനകത്തേക്ക് കയറുമ്പോൾ തന്നെ കണ്ടില്ലേ, നല്ല സാധാരണ കാണുന്നതിനേക്കാൾ കുറച്ചും കൂടി വലിപ്പത്തിലായിട്ടുള്ള നല്ല വൈഡ് ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു സിറ്റ് ഔട്ടാണ് ഏരിയയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതും അത്യാവശ്യം നമുക്ക് 3 സീറ്ററൊക്കെ 4 സീറ്ററൊക്കെ ഇട്ട് നമുക്ക് ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ വീടിന്റെ വാതിൽ വന്നിട്ട് ഫുള്ളും ഇതിലുപയോഗിച്ചിരിക്കുന്ന തടികൾ കംപ്ലീറ്റ് പ്ലാവും തടിയാണ് ഉപയോഗിച്ചിട്ട് കേട്ടോ. ഇതിന്റെ ദർശനം എന്ന് പറയുന്നത് പടിഞ്ഞാറ് ദർശനമാണ്. നമുക്കിതാ ഇതിനകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ല വിശാലമായിട്ടുള്ള ഒരു ഹോളാണ്. അതിൽ നന്നായിട്ട് ഇന്റീരിയർ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പല സ്ഥലങ്ങളിലും പല വീഡിയോസുകളിലും നമ്മൾ പറയാറുണ്ട്, ഒരുപാട് വീടുകളിൽ ഇന്റീരിയർ വർക്ക് ചെയ്യുന്നതിൽ നമ്മൾ ഒരുപാട്, പക്ഷെ ഇതിനകത്ത് ഇന്റീരിയർ വർക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ വേറൊരു ക്വാളിറ്റി എന്ന് വെച്ചാൽ ഒരു പ്രീമിയം ക്വാളിറ്റിയാണ് അതിൽ ചെയ്തത്. നമ്മൾ എവിടെ നോക്കിയാലും നല്ല ലൈറ്റ് ആയാലും നല്ല രീതിയിൽ ഇന്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു നല്ല പ്രീമിയം ലക്ഷറി വീടുകൾ കാണുന്ന അതേ ഫീലിങ്സ് ആണ് നമുക്ക് ഈ 1900 സ്ക്വയർ ഫീറ്റ് ഉള്ള 4.5 സെന്റിലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതാ നോക്കൂ, ഇവിടെ നല്ലൊരു ലിവിങ് ഏരിയ, നല്ല വിശാലമായിട്ടൊരു ലിവിങ് ഏരിയ ഉണ്ട്. നമുക്ക് അതുപോലെ തന്നെ ഇവിടുന്ന് ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് അതിന്റെ വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. ഫിറ്റിംഗ്സ് എല്ലാം സിറേഡാണ് ഉപയോഗിച്ചിട്ടുള്ള കേട്ടോ. നല്ല രീതിയിലുള്ള ഒരു സ്ട്രക്ചർ ആണ്, അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഡിസൈൻ ആണ്. നമുക്ക് താഴത്തെ ഫ്ലോറിലേക്ക് വരുന്ന 2 ബെഡ്റൂമുകളുണ്ട്. നല്ല വിശാലമായ നല്ല വൈഡ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. അതുപോലെ അതിൽ തന്നെ നമുക്ക് ധാരാളം സ്റ്റോറേജ് സ്പേസുകളും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ കളർ പാറ്റേൺ ആയാലും അല്ലെങ്കിൽ ടൈലിന്റെ ഒക്കെ ഒരു പ്രീമിയം ക്വാളിറ്റി, നമുക്ക് നല്ല പോസിറ്റീവ് എനർജി ആണ് കേട്ടോ ഇതിനകത്ത് കയറുമ്പോൾ തന്നെ. നല്ലൊരു പ്രീമിയം ക്വാളിറ്റി കീപ്പ് ചെയ്യാനായിട്ട് ഇതിന്റെ ബിൽഡേഴ്സ് ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും അവർക്ക് അത് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. ഞാൻ പലപ്പോഴും കണ്ടു പുതിയ വീടുകൾ കൂടുതൽ നമ്മൾ ഇടാത്തത് ബിൽഡ് ക്വാളിറ്റിയുടെ പ്രശ്നമാണ്. ഈ ബിൽഡിംഗ് വന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നല്ല രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള വീടായിട്ട് എനിക്ക് എന്തുകൊണ്ടും ഒരു 100% പറയാം, നല്ല രീതിയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നു. നല്ല രീതിയിലുള്ള കൺസ്ട്രക്ഷൻ ആണ്. അപ്പം ഗ്രൗണ്ട് ഫ്ലോറിൽ 2ാമത്തെ ബെഡ്റൂമിലേക്ക് വന്നാലും അത് അറ്റാച്ചോട് കൂടിയിട്ട് തന്നെയാണ്. നല്ല രീതിയിൽ അത്യാവശ്യം വലിപ്പത്തോട് കൂടിയിട്ടുള്ള നല്ല ഇന്റീരിയർ ഡിസൈനോടുകൂടിയിട്ടുള്ള നല്ലൊരു ക്ലാസ് ആയിട്ടുണ്ട് കേട്ടോ ഇതിന്റെ വർക്ക്. എന്തായാലും നമുക്ക് സ്ലൈഡ് ആയിട്ടുള്ള ഇന്നേ മോഡേൺ ടെക്നോളജിയിലുള്ള എല്ലാ ഫെസിലിറ്റീസും യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അലമാരയൊക്കെ നല്ല ക്വാളിറ്റി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ തടികൾ കംപ്ലീറ്റ് പ്ലാവൻ തടി മാത്രമാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ബാത്റൂംസിലേക്ക് കളർ പാറ്റേൺ ആയാലും നല്ലൊരു കംപ്ലീറ്റ് വർക്ക് എന്തായാലും നല്ലൊരു പ്രീമിയം ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലേക്ക് തന്നെയാണ് അതിന്റെ കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ളത്. കിച്ചണിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് കിച്ചണിലേക്ക് നമ്മൾ ഹോളിൽ നിന്ന് അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഡിസൈൻ ആയിട്ടുള്ള ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് ലക്ഷറി വീടുകളിൽ കാണുന്ന അതേ ഫീലിംഗ്സോട് കൂടിയിട്ടുള്ള ഒരു ഓപ്പൺ ടൈപ്പ് കിച്ചണാണ്. നമ്മൾ ഇതിന് മുന്നേറ്റ ഒരു വീട്ടിൽ 1,80,00,000 വീടിട്ടപ്പോൾ അതിനകത്ത് നമ്മൾ ബാർ അല്ല ഇത് വീടാണെന്നുള്ള ഒരു ക്യാപ്ഷൻ കൊടുത്ത് നിങ്ങൾക്ക് എപ്പോഴും കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് ഓർക്കുന്നുണ്ടാവും. അത്തരക്കാർക്ക് ഇത് നോക്കി, ഇത് ആ ലക്ഷറി ടൈപ്പ് 1,80,00,000 2 കോടിയോളം വാല്യുബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടി കൊടുക്കുന്ന അതേ രീതിയിലുള്ള കൺസ്ട്രക്ഷൻ പാറ്റേൺ. അതാണ് നമ്മുടെ ഈ നമ്മൾ വീഡിയോ ഇടാനുണ്ടായ കാരണം. ഇതിൽ ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. എല്ലാം തന്നെ നല്ല രീതിയിലുള്ള ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു 4.5 സെന്റിൽ ഇരിക്കുന്ന വീടായിട്ട് ഒരിക്കലും നമുക്ക് ഫീൽ ചെയ്യില്ല കേട്ടോ. ഇത് ശരിക്കും ഇതിനകത്ത് കയറുമ്പോൾ നമുക്കൊരു 5 or 6 സെന്റിലേക്ക് കയറി നമ്മൾ അത്തരത്തിലുള്ള ഒരു ഫീലിങ്സ് ആണ് നമുക്ക് ഇതിലേക്ക് കാണുന്നത്. കിച്ചണിലൊക്കെ ധാരാളം സ്പേസ് കൊടുക്കുന്നു. നമുക്ക് കിച്ചണിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഇവിടെ ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ സൈഡിൽ അത്യാവശ്യം വേണമെങ്കിൽ ഒരു കുഞ്ഞൊരു വർക്ക് ഏരിയ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാനുള്ള ചെറിയൊരു സ്പേസ് ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഏരിയ നോക്കറിയാം, ബാക്ക് സൈഡിലാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല ഒരു റെസിഡൻഷ്യൽ ഏരിയ, നല്ല കരഭൂമിയാണ്. നമ്മൾ ഹോളിലേക്ക് കയറുമ്പോൾ തന്നെ സ്റ്റെയർ കേസിന്റെ സൈഡിലായിട്ട് സ്റ്റെയർ കേസ് ഉണ്ട്. ഇവിടെ നമുക്ക് നല്ല രീതിയിൽ ആ
ബാക്ക് സ്റ്റെയർ കേസിന്റെ താഴെ സൈഡിലോട്ടുള്ള ഏരിയ നല്ല രീതിയിലോട്ടുള്ള അവർ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പഠിക്കുവാനോ അല്ലെങ്കിൽ CCTV വെക്കുവാനോ ഏത് രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഏരിയ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിന്റെ താഴെ സൈഡിൽ നമുക്ക് ഇൻവെർട്ടറോ മറ്റോ ഒക്കെ UPS ഒക്കെ വെക്കാനായിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. നമുക്ക് മുകളിലേക്ക് കയറുമ്പോൾ എന്താ കണ്ടില്ലേ, നല്ലൊരു കളർ പാറ്റേൺ ആണ്, വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആയിട്ടുള്ള നമ്മളൊരു പ്രീമിയം ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന തരത്തിലേക്കുള്ള നല്ലൊരു കളർ പാറ്റേൺ ആണ് ഇതിന്റെ ടൈൽ കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് വീഡിയോ കാണാൻ പറ്റും അല്ലോ. ഇത് സ്റ്റീൽ ആണ് ഇതിന്റെ ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ടംബേഡ് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഇവിടെ കയറി വരുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി വരുന്ന വെച്ചാൽ നല്ല രീതിയിലുള്ള വെട്ടം നമുക്ക് സൂര്യൻ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ എല്ലാ ഹാളിൽ അല്ലെങ്കിൽ എല്ലായിടത്തും ഡയറക്റ്റ് ആയിട്ട് ഒരു സൺസെറ്റ് കിട്ടുന്ന രീതിയിലേക്കുള്ള ഒരു രീതിയിലുള്ള ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത് കൊണ്ട് എന്തുകൊണ്ടും നല്ല മനോഹരമാണ്. ആ മുകളിലേക്ക് കയറി വരുമ്പോൾ കണ്ട് നല്ല വിശാലമായ ഒരു ഹോളാണ് ആദ്യം നമ്മൾ കയറി വരുന്നത്. അതും നല്ല ഇന്റീരിയറിലൊക്കെ നല്ല ക്ലാസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുകളിലത്തെ ഫ്ലോറിലേക്ക് വരുമ്പോൾ 2 ബെഡ്റൂമുകളാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ബെഡ്റൂം ഇതൊരു മാസ്റ്റർ ബെഡ്റൂം എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം. നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് കേട്ടോ. നല്ല നല്ല രീതിയിലുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂംസ് ആണ് കൊടുത്തിട്ടുള്ളത്. അവിടെയും നമ്മൾ നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസുകളെല്ലാം അലമാരയുടെ എല്ലാ പോർഷനും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇന്റീരിയർ വർക്കൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാത്റൂംസ് ആയാലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂംസ് ആണ്. സിറയുടെയാണ് കംപ്ലീറ്റ് ഫിറ്റിങ്സ് ചെയ്തിട്ടുള്ളത്. മുകളിലത്തെ ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ അതും നല്ല രീതിയിലുള്ള അത്യാവശ്യം നല്ല സ്പേഷ്യസ് ഉണ്ട് കേട്ടോ. ഈ വീട് ഞാൻ പറഞ്ഞു നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള നല്ല സ്പേസ് ഉണ്ട്. അവിടെ നല്ല രീതിയിലുള്ള ഇന്റീരിയർ വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസുകൾ, അലമാര അങ്ങനെയുള്ള എല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ബോർഡിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാത്റൂംസ് ആയാലും നല്ല രീതിയിലുള്ള ഒരു ഡിസൈൻ പാറ്റേൺ നല്ല സ്പേഷ്യസ് ആയിട്ടും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം മുകളിലത്തെ ഫ്ലോറിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നല്ല ഒരു ബാൽക്കണി ഏരിയ. ഇവിടെ നോക്കുമ്പോൾ നല്ലൊരു ഫീലിങ്സ് ആണ്. ഇവിടെ നോക്കി അങ്ങോട്ട് നോക്കിയാൽ നല്ല ഹൈ റെസിഡൻഷ്യൽ ഏരിയ. അതുപോലെ തന്നെ നമ്മുടെ സിറ്റിയിലെ ഒരു ഇത് വരുന്നത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാം, നിങ്ങൾ വിഷ്വൽസ് തന്നെ കണ്ടുപിടിക്കും, നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ, ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ മുകളിലത്തെ ഫ്ലോറിൽ നിന്ന് നമ്മൾ വീണ്ടും ബാക്ക് സൈഡിൽ ഒരു ബാൽക്കണി ഏരിയ ഉണ്ട്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് റൂഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രസ്സൊക്കെ വാഷ് ചെയ്തൊക്കെ ഇടാനായിട്ടുള്ള ഒരു നല്ലൊരു യൂട്ടിലിറ്റി സ്പേസ് ആയിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത്. മുകളിലേക്ക് കയറുമ്പോഴും മുകളിലേക്ക് കയറി പോകാനുള്ള സ്റ്റെപ്സുകളുണ്ട്. ഇതുപോലത്തെ നല്ല ഇത്രയും ക്വാളിറ്റി ആയിട്ട് ഹാൻഡിലേക്ക് കൊടുക്കുന്നത് വളരെ റെയറാണ് കേട്ടോ. നമ്മൾ പല വീടുകളും കണ്ടിട്ടുണ്ട്. എന്തായാലും ഞാൻ ആദ്യമേ പറഞ്ഞു, അത് നിങ്ങൾ ഈ വീട് നേരിട്ട് നിങ്ങൾ വന്ന് കാണുമ്പോൾ പോലും നിങ്ങൾക്ക് ഒരിക്കലും ഒരു സംശയം വരാൻ ചാൻസ് ഇല്ല. കാരണം ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ കാഴ്ചയിൽ നല്ല ബ്രാൻഡ് ക്വാളിറ്റി തന്നെ കൊടുത്തിട്ടുള്ളൂ. അത്യാവശ്യം ലൊക്കേഷൻ ബേസ് നോക്കുമ്പം നോക്കിയാൽ 4 സൈഡിലായിട്ടുള്ള കണ്ട നല്ല ഹൈ റെസിഡൻഷ്യൽ ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഒരു 4.5 സെന്റിലേക്ക് വീട് നോക്കുന്നവർക്ക് എന്തുകൊണ്ടും ചൂസ് ചെയ്യാൻ പറ്റിയ വീടാണ്. ഞാൻ പറഞ്ഞു, തിരുവനന്തപുരം വട്ടിയൂർക്കാവ് നെട്ടയം ജംഗ്ഷനിൽ നിന്ന് 800 മീറ്ററാണ് നമുക്ക് ഈ വീട്ടിലേക്ക് വരാനുള്ള ദൂരം എന്ന് പറയുന്നത്. 4.5 സെന്റ് സ്ഥലമാണ്, 1900 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂം. ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു, 4.5 സെന്റ് എന്ന് പറഞ്ഞാൽ 6 സെന്റിലേക്ക് പ്ലാൻ ചെയ്യുന്ന അത്തരത്തിൽ നമ്മൾ ഇതിനകത്ത് കയറുമ്പോൾ ഒരു 6 സെന്റിലേക്ക് വീട് വെച്ചേക്കുന്ന ആ ലെവലിലേക്കുള്ള ഒരു സ്പേഷ്യസ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നല്ല പ്രീമിയം ടച്ച് ചെയ്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തേക്കും നല്ല രീതിയിൽ പ്രീമിയം ക്വാളിറ്റി എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് വീട്ടിനകത്ത്. ഇന്ത്യയിൽ വർക്കായാലും വേറെ നമ്മൾ ഒരുപാട് കളർ പാറ്റേൺ ഒന്നും കൊടുക്കാതെ ഒരു ക്ലാസ് ആയിട്ട് നമ്മളൊരു 2 കോടി 3 കോടിയുടെയൊക്കെ വീടുകളിൽ ചെല്ലുന്ന അതിനകത്ത് കാണുന്ന അതേ രീതിയിലുള്ള ക്ലാസ് ആയിട്ട് അതിൻ്റെ ഒരു ഡിസൈൻ വർക്കായാലും അല്ലെങ്കിൽ തന്നെ ഇന്ത്യയിൽ വർക്കൊക്കെ പോകുന്നത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു. ഇതിൽ ദർശനം എന്ന് പറയുന്നത് പടിഞ്ഞാറ് ദർശനമാണ്. ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് 89 ലക്ഷം രൂപയാണ് ടോട്ടൽ കോസ്റ്റ് ആയിട്ട് ഒരു ഉദ്ദേശിക്കുന്ന വില. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കിടന്ന നമ്പറിൽ വിളിക്കുക. വീണ്ടും റിയൽ എസ്റ്റേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് കാണുന്നതിനായി കൊച്ചുവേളി പ്രോപ്പർട്ടീസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.